ഇത് കാണുമ്പോൾ കാശ്മീരാണെന്ന് തോന്നിയേക്കാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അഭിപ്രായം മാറാം. ഇവിടുത്തെ മലമുകളിൽ മഞ്ഞ് പെയ്യാറുണ്ട്. ഭയം ലേശമില്ലാതെ വിഹരിക്കുന്ന ബൈസനുകളെ നേരിട്ട് കാണാം. ഈ പൂളിൽ വീഴുന്ന എന്തും നിമിഷ നേരം കൊണ്ട് ഉരുകിപ്പോകും. പുകയുന്നൊരു അഗ്നിപർവ്വതമാണോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും സാധു ജീവികളെ അതിന്റെ പരിസരത്ത് കാണാം. ആരോ വർണ്ണങ്ങൾ ചാലിച്ച് വരച്ച ചിത്രം പോലെ മലയിടുക്കുകൾ. ഇനിയും പിടികിട്ടിയില്ലേ? 2.2 മില്യൺ ഏക്കറിൽ പരന്നു കിടക്കുന്ന അമേരിക്കയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഉച്ചയോടെ ഞങ്ങൾ ബോസ്മൻ എയർപോർട്ടിലെത്തി. അവിടുന്ന് ലഞ്ചും കഴിച്ച് കാറും റെന്റ് ചെയ്ത് വയോമിങ്ങിലേക്ക് ഡ്രൈവ് ചെയ്തു. പോകുന്ന വഴി ഇരുവശവും നല്ല രസമായിരുന്നു കാണാൻ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ യാത്ര ഏകദേശം 3-3.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഇരുട്ടുമെന്നുള്ള ഭയം കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് പോയി. യെല്ലോസ്റ്റോൺ പാർക്കിന് അകത്തുള്ള ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ ഇതുപോലെ താഴ്ന്ന് ഇറങ്ങിക്കിടക്കുന്ന കോടമഞ്ഞ് പോലെ ഒരുപാട് സ്ഥലത്ത് കാണാനുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തൊന്നും ഇല്ലതാനും. അപ്പൊ അത് കോടമഞ്ഞാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിറ്റേന്നാണ് ഇതിന്റെ സീക്രട്ട് ഞങ്ങൾക്ക് പിടികിട്ടിയത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നെങ്കിലും ഞങ്ങൾ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ ഒരു ഇടമാണ്. ഇപ്പോഴും അത് മൈൽഡായിട്ട് ആക്റ്റീവ് ആണ്. ഒരു 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് ഇറപ്ഷൻ സംഭവിച്ചത്. അതിന്റെ ഫലമായിട്ട് ആണ് യെല്ലോ കളറിലാണ് അവിടുത്തെ സ്റ്റോണുകളും മലകളും എല്ലാം നമുക്ക് മണ്ണും മറ്റും കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇതിനെ യെല്ലോസ്റ്റോൺ എന്ന് പറയുന്നത്. ഇതുപോലെ ഹോട്ട് വാട്ടർ പൂളുകൾ ഇത് 240 ഡിഗ്രി സെൽഷ്യസിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പലരും വീണിട്ടുമുണ്ട്. പോയി തൊടാൻ പോയവരൊക്കെ വീണ് അപകടത്തിൽപ്പെട്ടിട്ടും, അപകടം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. ഇതുപോലെ ട്രെയിലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് അവർ നിർദ്ദേശിക്കാറുണ്ട്. കാരണം ഈ ഇത് പ്രദേശം അത്രയും അപകടം പിടിച്ചാണ്. എവിടെയാണ് നമ്മൾ താഴേക്ക് പോവുക, മാഗ്മ ഇതിനടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന മാഗ്മയാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇവിടെയെല്ലാം നമ്മളിങ്ങനെ പല വിധത്തിൽ കാണുക. മഡ് വോൾക്കാനോ തിളച്ചു പൊന്തിക്കുന്ന വെള്ളമായിട്ടും സ്റ്റീമായിട്ടും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലതരത്തിലാണ് അത് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഗ്ലേസിയേഴ്സും ഹോട്ട് വാട്ടർ പൂൾസും എല്ലാം ഉണ്ട്. ഒരു സൾഫറിന്റെ ഒരു വല്ലാത്ത ഇത് സ്റ്റീമാണ് ഈ പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെയും ഇങ്ങനെ ഒരു ലൂപ്പാണ്. അതിൽ കൂടെ നമുക്ക് കറങ്ങി അവിടെ കാണുന്ന കാഴ്ചകളിലേക്കെല്ലാം പോകാം. ഇവിടെയാണ് റെയിൻബോ ഗേസർ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗേസർ ഉള്ളത്. ഈ പാറകളൊക്കെ കണ്ടോ, കറക്റ്റ് ആ ഒരു മഞ്ഞ കളറിൽ നിൽക്കുന്നത്. ഈ വെള്ളം സൾഫർ അടങ്ങിയ വെള്ളമാണ്. നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല. സൾഫർ നല്ല പലതരം മിനറൽസ് അടങ്ങിയതാണ്. ഇത് വരുന്നത് ഭൂമിക്ക് അടിയിൽ നിന്നായതുകൊണ്ട്. അതുകൊണ്ട് നമ്മളത് തൊടാനോ ആ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ല എന്ന് അവർ പ്രത്യേക നിർദ്ദേശം തന്നിരുന്നു. ചൂട് ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയ കൊണ്ട് അതിമനോഹരമായ ഒരിതാണ് റെയിൻബോ ഗേസർ എന്ന് പറയുന്നത്. ഇതിന്റെ ആകാശ കാഴ്ചയുടെ ചിത്രമാണിത്. നമുക്കവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ കാണുന്ന ആ ഭംഗി ഇവിടെ എനിക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. വീൽ ചെയറിൽ വരെ ആളുകൾ അവിടെ വന്നെത്തുന്നതും അതിനുവേണ്ടി അത് ഒരുക്കി കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. ഇനിയും അനേകം കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനിരിക്കുന്നു. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാനത് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. We'll be back with more videos. Until then, bye bye.